ഈ പങ്കായക്കണി കടന്ന് ഒരാലിബാവക്കും ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അവൻ ഈ ഇടനായിലൂടെ നടന്ന് വാതിക്കലെത്തിയ നീ അവിടെ ഇരുന്ന് അച്ഛന് സിഗ്നൽ തരണം. അച്ഛൻ ദൂരെ ഇരുന്നിട്ട് പങ്കായക്കണി വലിച്ചു. അപ്പൊ ഇത് വന്ന തലയിൽ ഒരൊറ്റലേ. അതോടുകൂടി അവന്റെ അച്ഛനാകാനുള്ള ചിന്ത ഉണ്ടല്ലോ, അത് ഈ അച്ഛൻ മാറ്റി കൊടുക്കും. ഹരിചന്ദ്രനോട് രമേശ് നമ്പേരാകാൻ പറഞ്ഞിട്ട് അവനെന്തിനീ ആലിബാബയുടെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത്? പ്ലാനിങ് മോശമായാൽ പദ്ധതി കംപ്ലീറ്റ് ചീറ്റും. 10 കാശ് കയ്യിലും കിട്ടില്ല. എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോന്ന് എനിക്കൊരു സംശയം. എങ്ങനെയാണെന്ന് മനസ്സിലാക്ക. ഇവനെ പിന്തുടരാം. ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല. ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നത്? നീ ബാത്റൂമിൽ കാണും. എടാ ഹരിചന്ദ്ര ചെറ്റേ, നിന്നോട് ഇവിടെ രമേശ് നമ്പേരായി കയറി പറ്റി എങ്ങനെയെങ്കിലും സ്വത്തും പെണ്ണിനെ അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് കട്ടുകൊണ്ട് വന്ന പെട്ടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് തന്നവനാണ് ഞാൻ. തീഹാർ ജയിലിൽ 6 മാസം കഴിഞ്ഞതിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോടാ മണ്ട. അല്ല, നീ എങ്ങനെ ആലിബാബയെ മാറിയത്? പറയടാ പറയടാ. ആളറിയാതിരിക്കാൻ ഇതുപകരിക്കും. ഇത് വെച്ചാ മണിവർണ്ണനാണെന്നേ തോന്നുന്നു. എന്താ സംഭവിച്ചത്? ഉണരൂ വേഗം നീ സുമറാണി വരുന്നു നായകൻ. ഇത്ര അടികൊണ്ടിട്ടാൻ പോയില്ലേ? നിങ്ങൾ അച്ഛനും മോനും എന്താ ഈ മുറിയില്? നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ, തീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരുങ്കള്ളൻ, ഒപ്പം തന്തയായ വേഷം മാറിയ മറ്റൊരു കള്ളൻ. എല്ലാം എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയണം. ഞാൻ വെച്ച് തീഹാർ ടീ എസ്റ്റേറ്റ് അടി കൊണ്ടിട്ട് ഇവൻ പിന്മാറുന്നില്ലേ? ഇത്ര അടി കൊണ്ടിട്ട് ഇവന് നാണില്ലല്ലോ. അതൊന്ന് മുറി കയറുന്ന വാശിയാണ്. എന്നാലും പിടിച്ചടാ. അയ്യോ പാവം, കൊതുക് കടിക്കണ്ട. അയ്യോ അയ്യോ കള്ളൻ കള്ളൻ! അയ്യോ അയ്യോ ഓടി വരണേ കള്ളൻ! ഡാഡി! ടിവിയിലായിരിക്കും. ടിവി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങണത്. എന്തത്? ഇതെന്താ ഇത്? വിസലല്ലേ ഇത്? കറക്റ്റ് സീന്. എന്നാ പിടിച്ചോ. ബെഡ്റൂമിൽ വന്ന കള്ളൻ എന്ത് ചെയ്തു? തന്നെ ആൾക്കാരായിട്ട് നിർത്തിയിരിക്കുന്നത്. കള്ളനെ പിടിക്കണോ? എല്ലാരും കിടന്നു തുടങ്ങിയേ. ഓളകത്തേക്ക് പോയിക്കോ.
ഇത് സൂര്യയോ? അതെ. അപ്പൊ അത് ഇത് ചന്ദ്രിക. അപ്പൊ ഇത് സൂര്യ. അപ്പൊ അത് എടോ വെറുതെ ഞെട്ടണ്ട. ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സൂര്യ ചന്ദ്രിക, കൺഫ്യൂഷൻ. ചന്ദ്രിക എങ്കിൽ ചന്ദ്രിക. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ അടി ഇത് എവിടെ നിന്ന് വന്നു? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അയ്യോ തലയിൽ എന്ത് പറ്റി? मैं आने के रस्ते पर गिर गया. ഇപ്പൊ മർ ഗയ ആകേണ്ടതായിരുന്നു. കുച്ചനായി തറയിലൊന്ന് വീണു, തലയൊന്ന് പൊട്ടി, അത്രയേ ഉള്ളൂ. തറയിൽ വീണെന്ന്. പങ്കായം. ഓക്കെ, എനിക്ക് ഡോക്ടറെ കാണണം. കൊച്ചിനെ സ്ട്രോങ് തലയാ, അല്ലെങ്കിൽ പൊടിഞ്ഞേ. ഭയങ്കര. ഇവനും എന്റെ മോളെ. എന്തുപറ്റി? കഥകിലും തട്ടി. വേദനയുണ്ടോ? ഏയ്, വേദന മുഴുവൻ പെണ്ണിന്റെ തന്തയ്ക്കാ. ഇവിടെയും തല പൊട്ടിയിട്ടുണ്ടല്ലോ. എന്തത്? അത് ഇന്നലെ എന്താന്നറിയില്ല, ഒരു കുരു വന്നതാ, ഇന്ന് രാവിലെ പൊട്ടി. ഈ കിഴവനും എന്റെ മോളെ. മോനെ ഇത് കഥകിലും തട്ടി. അല്ല, ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു. ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു. ഞാൻ പൊട്ടിച്ചേരാടോ നിന്റെ. ഞാൻ ഇവിടെ തന്നെയാണല്ലോ സ്ഥിരം താമസിക്കണത്. അപ്പൊ ദിവസം പോയി ഡ്രസ് ചെയ്യാലോ. അത് പറഞ്ഞു വന്നപ്പോഴാ ഓർമ്മ വന്നത്. അങ്കിൾ, പപ്പാക്ക് ഇവിടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ തുറന്നു പറഞ്ഞാൽ എന്താ? അന്യനൊന്നും അല്ലല്ലോ. പപ്പ വലിയ അഭിമാനിയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഹോട്ടലിൽ ഒരു റൂം. ചതിക്കരുത്. എന്റെ മോള് സൂര്യനെ പിരിയുടെ കാര്യം ഓർക്കുമ്പോഴായിരിക്കും ദുഃഖം. ആ കാര്യം ഓർത്തിട്ടാ എനിക്കും ദുഃഖം. മോനെ പപ്പ, അത് നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട, അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. രാം സിംഗ്, മോനെ ആ കൂർക്കട തലയിലോട്ട് കെട്ടി. എടോ, താൻ ഈ സാറിനെ നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുപോയാക്കണം. എന്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി. ജി സാബ്, ഒരു MBA കാരന്റെ ഗതികേട്. എന്റെ ഈശ്വരാ, എന്റെ മോളെ ക്യാരക്ടർ ഇത്ര മോശമായി പോയോ. പെണ്ണ് പേരറിഞ്ഞ ഉടനെ പിടിച്ച് കെട്ടിക്കണം. എന്തു പറ്റിയിടോ നായരെ? അല്ല, അതെ, ഒന്ന് ഓർത്ത്. അച്ഛൻ ഓർത്ത കാര്യം ആരോർത്താലും കരഞ്ഞു. ഒന്ന് കുറിച്ചോട്ടെ. എഴുതിയില്ലേ? ഇല്ല, അമ്മയുടെ ഒരു കുറിപ്പ്. എന്റെ ഒരു ഗതികേട്. AC റൂമിലിരുന്ന് വെറുതെ ഫയൽ ഒപ്പിട്ട് 10,000 ചില്ലുവാനും രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ. ഊർക്കൊക്കെ എവിടുന്നാടോ 10,000 രൂപ ശമ്പളം? ഞാനൊരു സത്യം പറയാം, പുറത്ത് പറഞ്ഞാൽ ഈ ഉള്ള പണിയും കൂടെ പോവും. ഞാനൊരു MBA കാരനാണ് സാർ. MBA കാരനോ? തന്റെ പേരെന്താ? രമേശ് നമ്പ്യാർ. എന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കശ്മലൻ മോഷ്ടിച്ചോണ്ട് പോയി. സാറിന്റെ ഈ മീശയും താടിയും ഒക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും ആ കള്ളൻ. ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല. സാറെന്താ ആലോചിക്കുന്നേ? അല്ല, തന്റെ ഒരേ ഗതികേട് ഓർത്തിട്ട്. Don't cry. Come. ഓ ദേഖോ, പകടോ ഉസേ, പകടോ. അയ്യോ, യവന്മാർ ഇനിയും പോയില്ലേ അവിടുന്ന്? പകടോ, call the police. ദേഖോ. അയ്യോ, കൊല്ലരുത്. ये माफ कीजिए. ये तुम्हारा कुर्का है? चलो. എന്തിനാടോ താനീ വലിയ കടാരം തൂക്കിട്ടോണ്ട് നടക്കണത്? എടുത്തു വീശാനില്ലേ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവ. വെട്ടും കുത്തും നടത്തി യാതൊരു പരിചയം. അവനെന്തിനാ തന്നെ തല്ലിയത്? അത് തിരി കാശിന്റെ കഥയാ. ആ. സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ സാറേ, കാലമാടന്മാര് കുഴൽപ്പണക്കാരാ. ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി എത്തിയവരാ. ആലിബാബയോ? അതെ, അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല, കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല. ആളെ നേരിട്ട് കണ്ട് 10 ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത്. അപ്പൊ ആ 10 ലക്ഷം കിട്ടുന്നു കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കണത്. സാർ എന്താ സാർ 10 ലക്ഷം എന്ന് കേട്ടപ്പോ ശ്വാസം പോയോ? ഒന്നുമില്ല. എന്നിട്ട് ആളെ അവര് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ആലിബാബയായിട്ട് വേഷം മാറി അവിടെ ചെന്നു. അവരെടുത്തിട്ട് പെരിക്കുകയും ചെയ്തു. എന്തിനാ പെരിക്കിയത്? ആ വെന്തിരാളന്മാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു. അടി കിട്ടിയതോടെ ഞാനത് പഠിച്ച്. എന്ത് കോഡ്? അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ തും കോൻ ഹേയ് എന്നവര് ചോദിക്കും. മേ ആലിബാബ ഹൂം എന്ന് മറുപടി പറയണം. അപ്പൊ അവര് ചെവുക്കുറ്റി നോക്കി ഒരെണ്ണം തരും. സാറ് കാര്യമായിട്ട് എടുക്കരുത്, തിരിച്ച് 2 എണ്ണം അങ്ങോട്ടും കൊടുക്കണം. അതോടെ കോഡ് തീരും. പിന്നെ എല്ലാം സാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും.
बोलो कौन है बे? मैं आली बाबा हूँ। आली बाबा मारो। रुक रुक रुक, तुम्हारा कोट ठीक है, ये लो मेरा कोट। अयो अयो छोड़ेगा नहीं साले को, पकड़ो। यार आली बाबा ने जाता मारे, पकड़ो साले को। अयो 10 ലക്ഷം മേടിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. അയ്യോ 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 बदमाश अयो पकड़ो पकड़ो साले को अयो അയക്ക് 10 ലക്ഷവും കിട്ടി 19 അടി താഴ്ചയിലേക്കും പോയി ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും നമ്പ്യാരി സാറേ എന്താ ഓ അനക്കുണ്ട് കിട്ടിയതിൽ പാതി എനിക്ക് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം ഇല്ല ഇല്ല രക്ഷിക്കണേ ആ ഞാൻ ഈ കയറങ്ങോട്ടിട്ട് തരാം മുറുകെ പിടിച്ചോണം ആ അയ്യോ ഓനെ കയറ് വേഗം വേഗം പിടിച്ചോ അയ്യോ പിടിച്ചിരുന്നോ നോക്കി വലിക്കുക അയ്യോ എന്താ നിർത്തിയത് ചുമക്കുക താങ്ക് യു ഇറ്റ്സ് ഓൾ റൈറ്റ് നീയോ ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് പോയതല്ലേ നീ MBA-കാരനായി എന്നെ നീ ഗൂർക്കയാക്കിയ തെണ്ടി എന്റെ ജീവിതം കുളം തോണ്ടിയ പട്ടി നീ രക്ഷപ്പെടണ്ടാ നീ കിണറ്റിൽ തന്നെ കിടന്നോടാ ശങ്കർജി ഒരുത്തനിവിടെ ഇനിയും കാത്തിരുന്നാൽ രമേശ് നമ്പ്യാരും സൂര്യമായുടെ കല്യാണം നടക്കും. ഉടനൊരു വെടി പൊട്ടിയില്ലെങ്കിൽ അതും ഒരുണ്ടയിൽ ഉണ്ടയുടെ എണ്ണമല്ല പ്രശ്നം നിന്റെ കല്യാണമാണ് അത് നടക്കണമെങ്കിൽ അവനെ തട്ടിയിരിക്കണം ചോർ ചോർ കള്ളൻ കള്ളൻ ചതി ഇന്ന് ഞാനെല്ലാം പൊളിച്ചെടുക്കും ശങ്കർജി സാറേ ഇവിടെ മൊത്തം കള്ളന്മാരാണ് മുഴുവൻ കള്ളന്മാരാണ് ചതിയന്മാര് അവരുടെ ജീവനോട് കൂടി പിടിക്കാം ചതി ചീറ്റിംഗ് ചീറ്റിംഗ് വഞ്ചന എടാ പട്ടി പറയുന്നത് കേൾക്കടാ. എടാ നീ എല്ലാം കേട്ടെങ്കിൽ ആരോടും പറയരുത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെ ഒരു അവിഞ്ഞ ഗൂർക്കയായിട്ട് കഴിയേണ്ടി വരും എന്റെ ജീവിതം നായ വെക്കും ഞാൻ പറയും 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 മേ ബോലുങ്ക 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 ശങ്കർജി എവിടാ എടാന്നോ ആ എടാ പോടാ പാടാ പട്ടി തെണ്ടി എന്നൊക്കെ ഇനി എനിക്ക് വിളിക്കാം അതിനുള്ള സ്റ്റാറ്റസ് എനിക്കുണ്ടാ ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ അതെടാ ഭ്രാന്ത് പിടിച്ചു ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത് വല്ലവന്റെ MBA സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് വന്ന് നിനക്ക് ഇവിടെ വിലസാമെന്ന് നീ കരുതിയോ എടാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാടാ ഈ MBA യുനോ എടാ നിനക്കൊക്കെ MBA-യുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ പറ അറിയോ പറ എം മറ്റവന്റെ ബി ബുക്ക് എ അടിച്ചു മാറ്റുക MBA മറ്റവന്റെ ബുക്ക് അടിച്ചു മാറ്റുക അത് അല്ലടാ MBA താൻ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത് തനിക്ക് കേൾക്കണോ കേൾക്കണം എന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെടുത്ത തന്റെ വാടക തന്തയുടെ തനി രൂപം ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പൊ കണ്ടു ഈ വീടിന്റെ പുറകുവശത്തെ കിണറ്റി കിടപ്പുണ്ട് തനിക്ക് വേണമെങ്കിൽ കോരി എടുത്ത് പുഴുങ്ങി തിന്നോ ഡു യു നോ ഹു ഐ ആം നൗ രമേശ് നമ്പ്യാർ MBA അവിടെ മുകളിലുണ്ട് എല്ലാം കലങ്ങുന്ന ലക്ഷണമാ എന്നാ ഞങ്ങള് നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ ശങ്കർജി 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 ഈ ചാക്കിൽ കൊള്ളുവാല്ല ഇവരെന്തിനാ ഇയാൾ തൂക്കിയെടുത്തോണ്ട് പോകുന്നത് ആ ചാക്ക് എന്തിന് നമസ്കാരം നമസ്കാരം പോനെ തന്റെ വിഗമേശ് എന്തിയെ ഹോട്ടലില്ല അവിടെ ചെന്ന് ശരിയാവില്ല ഇവിടെ എന്നാ ജയിലിലാകും വിഗമീശയില്ലാതെ സൗണ്ട് മാത്രം അനുകരിച്ചിട്ട് ഒരു കാര്യമില്ല എല്ലാ ഗൂർക്ക അറിഞ്ഞില്ലേ അയ്യോ അയാൾ കൂർക്കല്ല പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത് അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാർ ദേ ശങ്കർ ജാഗത്ത് ഓഫീസ് റൂമിലുണ്ട് താൻ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്ക് അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ ഈ പ്രായത്തിലുള്ള ഒരു തന്ത എനിക്ക് മാച്ച് ആവില്ല താൻ പോ താൻ എവിടെയെങ്കിലും ഇയാളേതാ ഞാനിവിടെ പുതിയതാ ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ
തോട്ടക്കാരുടെ റൂം അതാ. ചെല്ലി ശരി മുതലാളി. തോട്ടക്കാരൻ എന്താ ഈ വേഷത്തിൽ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരിക്ക് ഫയറിംഗ് കൊടുത്തു. പോയി യൂണിഫോം ഇട്.